ജൂലൈ 21 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വിലയേറിയ സമ്മാനം എന്ന തലക്കെട്ടോടു കൂടിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയുടെ പ്രോഗ്രാമിൽ നമ്മൾ എത്തുമ്പോൾ, കൂട്ടായ്മയിലെത്തി പ്രോഗ്രാം ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്ത് രോഗത്തിന് പരിഹാരം ഒന്നാമത്തെ പടിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മപരിശോധന നടത്തണം, അമിതമായ അഭിമാനബോധം സന്തുലിതമാക്കണം, പോരായ്മകൾ ഏറ്റുവരണം. അപ്പം അങ്ങനെ അനിയന്ത്രിതമായ ജീവിതം കണ്ടു, ഞാൻ ഒറ്റയ്ക്ക് പോരാ എന്ന ബോധ്യം ഒന്നാം പടിയിൽ വന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും എനിക്ക് കുഴപ്പമുണ്ട് കുടിക്കാത്ത സമയത്ത് എന്നുള്ള തീരുമാനവും. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ കുഴപ്പങ്ങൾ അറിഞ്ഞു. ആ കുഴപ്പങ്ങളെ മാറ്റാൻ എളുപ്പമല്ല എന്നുള്ള ബോധ്യം ഒന്നാം പടിയിലാണ്. ദുർബലത അംഗീകരിക്കണം, അവിടെ നിന്നും തുടങ്ങണം. ഒന്നാം പടിയിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അതിൻ്റെ പൂർത്തീകരണമാണ് ബാക്കി പടികളിലൂടെ ശരിക്കും നടക്കുന്നത്. അപ്പം ആ പോരായ്മകൾ നമ്മളിങ്ങനെ കണ്ടെത്തൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അഞ്ചാമത്തെ പടിയിലൊക്കെ നമ്മളത് കൃത്യമായിട്ട് കുഴപ്പങ്ങളെയൊക്കെ വിലയിരുത്തുകയും മറ്റുള്ളവരോട് തുറന്നു പറയുകയും ചെയ്യുന്നതിലൂടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ, ഞാനത് മാറ്റണം എന്ന ആഗ്രഹമായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം, എനിക്ക് കുഴപ്പമുള്ള ഒരു കാര്യം, എനിക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് കാരണം ഞാൻ രാത്രി കടക്കാൻ വരികയാണ്. ഇത് ഞാൻ ഒരാളോട് ചർച്ച ചെയ്യുക. വളരെ നിസ്സാരമായൊരു കാര്യമാണെന്ന് തോന്നിയാലും എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രധാന കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മൊബൈലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ മാറ്റിയിട്ട് നേരത്തെ കടക്കാൻ തുടങ്ങണം. അത് ഞാൻ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച ഫസ്റ്റ് ഡേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് പരിപാടി. ഇത് ഉദാഹരണമായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലായിടത്തും എളിമ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം എന്താണ് എൻ്റെ കുഴപ്പമെന്ന് ആ ചർച്ച ചെയ്യുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് വേറൊരാളോട് സമ്മതിക്കുന്നതിലൂടെ. അഞ്ചാമത്തെ പടി മാത്രമല്ല, 7-ാം പടി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 7-ാം പടി നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പറയാറുണ്ട്. ദൈനംദിനമായിട്ട് നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങൾ കടന്നു വരികയും നമ്മുടെ സ്വഭാവം പല രീതിയിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ 7-ാമത്തെ പടിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരാളോട് തുറന്നു പറയുകയും എളിമയിലേക്ക് വരുന്നതാണ് ആ തുറന്നു പറച്ചിലൂടെ മാറാനുള്ള സന്നദ്ധതയാണ്. പിന്നെ പ്രവൃത്തി തന്നെയാണ്. ഒരു ദിവസം മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ പല നശീകരണ സ്വഭാവങ്ങളും നമുക്ക് മാറിയിട്ടുണ്ടാവും. കാരണം നമ്മളെ കുഴപ്പത്തിലാക്കുന്ന പല ആൾക്കാരും അതുകൊണ്ട് തന്നെ വേറെ കൂട്ടായ്മകളൊന്നും ഇല്ലാണ്ട് പുകയില ആയിക്കോട്ടെ, മറ്റ് ദുശീലങ്ങളായിക്കോട്ടെ, ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഏതിലും മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹം മതി എന്ന് പറഞ്ഞാലും തനിക്ക് ദോഷമാണ്, തൻ്റെ ജീവിതത്തെ കാർന്നു എന്നെന്ന് മനസ്സിലാക്കിയ പുകയിലയൊക്കെ തന്നെ മാറ്റുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം ഉണ്ടാവും. അതേപോലെ ഓരോ അഡിക്ഷനുകളും തൻ്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഏതൊക്കെ അഡിക്ഷനാണോ അതിനൊക്കെ അവർ മാറ്റം ഉണ്ടാവും, തൻ്റെ നിലനിൽപ്പിന് ദോഷകരമാകുന്ന ആ ദൗർബല്യങ്ങളിൽ നിന്ന്. അങ്ങനെ ഓരോ സ്വഭാവ ദൗർബല്യങ്ങളും അല്ലെങ്കിൽ ഓരോ കുഴപ്പങ്ങളും നമ്മൾ മാറ്റാൻ തയ്യാറാകുമ്പോൾ വളരെ നിസ്സാരം എന്ന് കരുതുന്ന രാത്രിയുള്ള ഇൻ്റർനെറ്റ് യൂസ് പോലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. പിറ്റേ ദിവസം കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, നമുക്ക് അലസത ഉണ്ടാവും നമ്മുടെ പണിയിൽ. അപ്പോൾ നമ്മൾ പരാതി പറയേണ്ട ആൾക്കാരാവും. അപ്പം അതുപോലും നിസ്സാരമല്ല, വലിയ പ്രശ്നമാണ് അമിതമായ ചിന്തകളെ മാറ്റുക. അവിടങ്ങളിലൊക്കെ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിനെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഒരാളുമായിട്ട് ഏറ്റുപറഞ്ഞ് മാറാനുള്ള സന്നദ്ധത നമ്മൾ മാറ്റുക എന്ന് കരുതുക. അത് ഏത് കാര്യമായിക്കോട്ടെ, ചെറുതോ വലുതോ, നമുക്ക് വലുതാവുന്നു എന്ന് തോന്നൽ വരുന്ന ഏതൊരു കാര്യവും അങ്ങനെ നമ്മൾ അത് മാറ്റാൻ തയ്യാറാകുമ്പോൾ, ഇന്ന് ഇല്ല, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മാറാൻ പറ്റി, അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് വരുമ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥ മനസമാധാനമുള്ള നിമിഷങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം, നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന ആ അവസ്ഥയെ തടയുന്ന സ്വഭാവമായിരിക്കാം, വേറെ ഏതെങ്കിലും ദുശീലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന തെറ്റായ പ്രവൃത്തിയോ നുണ പറച്ചിലോ ഏതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സ്വഭാവ ദൂഷ്യമാണെങ്കിലും അത് മാറി വരുമ്പോൾ അവിടെ നമ്മൾ ഒരു വല്ലാത്ത സുഖം നമ്മൾ അനുഭവിക്കും. അത് മറ്റ് ഏക്കാരോട് പറഞ്ഞിട്ടൊന്നല്ല, ചിലപ്പോൾ നമുക്ക് മീറ്റിങ്ങിൽ പറയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും, ഒരു ദൗർബല്യമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, നമ്മളത് മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അതൊരു വല്ലാത്ത സംഭവമാണ്. അത് നമ്മൾ നമ്മുടെ പരിശോധനയിലോ ഇന്ന് ഞാൻ അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ നുണയൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഇൻവെൻട്രിയിൽ നമുക്ക് കിട്ടുന്നൊരു സുഖം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ മറ്റേ കാര്യം ചെയ്തിട്ടില്ല, എക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ മാറ്റം ഉണ്ടായി, അല്ലാത്തൊരു സുഖമാണ്. അവിടെയാണ് യഥാർത്ഥ അഡിക്ഷൻ, റിവാർഡ് ഹോർമോണിന് പകരം നീണ്ടു നിൽക്കുന്ന സന്തോഷം എന്ന് പറയുന്ന, ഡോപ്പമിന് പകരം ഉണ്ടാവുന്ന സെറാട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എൻ്റെ അനുഭവം.
അത് സെറാട്ടോണിനാണ് എന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ അത് നീണ്ടു നിൽക്കുകയും അത് മതി എന്ന തോന്നലുണ്ടാവുകയും ചെയ്യുന്നതാണ്. അത് വീണ്ടും വീണ്ടും വേണം എന്ന തോന്നില്ല, റിവാർഡ് സെൻറ്റർ ആയിട്ടല്ല ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ കാരണം അവിടെ യഥാർത്ഥ മനസമാധാനമുള്ള നിമിഷം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവും. കാരണം മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ ആവേശമാണ്. എന്തെങ്കിലും കാര്യം നാളെ ചെയ്യുമ്പോൾ ആകെ ആവേശം മല മറിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ ആ കുട്ടികളെയൊക്കെ ഏതെങ്കിലും ടൂറിനൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവും, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും. ആ സ്വഭാവം തന്നെയാണ് മദ്യാസക്തനും ഉണ്ടാവുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര ആവേശം, ഒന്നില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര വിഷാദം, വിചാരിച്ച പോലെ കാര്യം. ഈ രണ്ട് സ്വഭാവം ഉണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ആവേശം വേണം, ഈ ആവേശത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എന്നിട്ട് ഈ ആവേശം ഉണ്ടാവുന്നതിൻ്റെ ഇരട്ടി വേഗതയിൽ വിഷാദവും വരും. ഒന്നുമില്ലാണ്ട് ചത്ത പൂച്ച പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ ഭയങ്കര എനർജി, എന്താ കാര്യങ്ങളെന്ന് അറിയാതെ വിളിക്കണ്ട. ഇത് മാത്രമാണ് മദ്യാസക്തനായ എനിക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇത് മാറുക. ഈ പറയുന്ന ആവേശം മാറി ഏത് കാര്യത്തിനെയും അതിന്റെ പക്വതയോടുകൂടി സമീപിക്കാനുള്ള മനോഭാവം കടന്നു വരും. വിഷാദം ഇല്ലാതെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യങ്ങളെ നേരിടാൻ അത് കടന്നു പോകും. അടുത്ത പരിപാടിയിലേക്ക് പോകാം, സാരമില്ല എന്ന് നമ്മളോട് തന്നെ നമ്മൾ ആശ്വസിപ്പിക്കും. നമ്മൾ മുന്നോട്ട് പോവും. ഒരോപ്ഷനില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ A മുതൽ Z വരെയുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കടന്നു വരും. എന്താ ഉണ്ടാവുക എന്നല്ല, അത് ഉണ്ടാവട്ടെ, നമ്മൾ മുന്നോട്ട് പോകും എന്ന് ആ ഉത്കണ്ഠയെ മാറ്റാൻ പറ്റും. അത് വല്ലാത്തൊരു സമ്മാനമാണ്, അമൂല്യമായ ഒരു സമ്മാനമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ നിരന്തരം കൊണ്ടുവന്ന സമ്മാനമാണ്. ലേറി അതിന്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തൊരു സമ്മാനമാണെന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ പണ്ട് നിർബന്ധപൂർവം ആയിരുന്നു ഇത്രയൊക്കെ മാറ്റാനുള്ള ശ്രമം എന്നതിന് പകരം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരികയും നമ്മുടെ ഓരോ നശീകരണ ശേഷിയുള്ള ദൗർബല്യങ്ങളെയും മാറ്റുകയും നമ്മുടെ ഉള്ളിൽ അഭിമാനബോധമില്ലാതെ ഇത് മാറ്റേണ്ടത് എൻ്റെ കാര്യമാണ്, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് മാറ്റുകയും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ അഭിമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ആ രീതിയിലേക്ക് കടന്നു വരികയും അതോടൊപ്പം തന്നെ ഇത് ഓരോ ദിവസത്തെ പരിപാടിയാണ്. ഓരോ ദിവസവും എൻ്റെ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണമെന്നും ആ വിലയേറിയ സമ്മാനത്തെ ഞാൻ കരുതി ഒപ്പം കൊണ്ടു നടക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് ഡേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.